ഉപ്പാനെ പരിഗണിക്കല്ലേ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ. ഒരു ചിലപ്പോൾ യൂട്യൂബിൽ പ്രഭാഷണം കിട്ടും ഉമ്മാനെ കുറച്ചൊക്കെ പരിഗണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉപ്പിയും മറ്റൊക്കെ ഒരു 2ാം നമ്പറായി മാറുന്നുണ്ട്. റിട്ടയർഡൊക്കെ ആയ ഉപ്പ, ജോലിയൊക്കെ അവസാനിച്ച ഉപ്പ ലുഹറൊക്കെ നിസ്കരിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവും ഉമ്മയും മക്കളും ലാസ്റ്റ് മോളെ കല്യാണത്തിനെ കുറിച്ച് എത്ര ആളെയാണ് വിളിക്കുന്നത്, എന്താ ഫുഡാക്കുന്നൊക്കെ ചർച്ച ചെയ്യും. ഉപ്പ പ്രായമുള്ള ഉപ്പ വരുമ്പോൾ തന്നെ ഉപ്പ വരുന്നുണ്ട്, ബാക്കി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ആ പാവത്തിന്റെ കണ്ണിന്ന് എത്ര വെള്ളം വീണ് വെച്ചു. ഇങ്ങനെ നാക്കെന്ന് വെച്ചു ഉപ്പ നമ്മളെ ഉപ്പയായിരിക്കും. ഉമ്മ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് മക്കളെ കൂടി ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കണം ഉപ്പാന്റെ മഹത്വം. ഉമ്മാനെ ബഹുമാനിക്കാൻ മാത്രമൊന്നുമല്ല ഇസ്ലാം പറയണത്. ഉമ്മ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് പൊതുവേ മക്കൾ കാണൂല. ആ പ്രസവം, ഗർഭം ചുമക്കൽ ഒക്കെ ഉപ്പ കഷ്ടപ്പെടുന്ന എല്ലാം കുറെ കാണുന്നുണ്ട്. പാവം രാവിലെ തന്നെ ജോലിക്ക് പോകുന്നതും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ കാണുന്ന കാര്യം വല്ലാതെ പറയാത്തതാണ്. തഫ്സീർ ഷാറാബി പറയേണ്ട ആ ആശയം. റീൽസ് എന്നൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് പച്ച മനുഷ്യനാകും. നാട്ടുകാർക്ക് മുഴുവൻ സേവനം ചെയ്തിട്ട് ഉപ്പാക്കും ഉമ്മാക്കും നമ്മളെ കിട്ടുന്നില്ലെങ്കിൽ നമ്മളെ പരാജയം മണത്ത് തുടങ്ങിയിട്ടുണ്ട്. ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവനായിരിക്കും.